എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും BLM-ൻ്റെയും ഓണാശംസകൾ. ധർമ്മേന്ദ്ര പ്രധാന ശേഷം BJPയുടെ രണ്ടാം വിക്കറ്റ് വീഴുകയാണ്. കേന്ദ്ര ഉപരിഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ജയറാം ഗഡ്കരി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ കൃത്യമായി പ്രതിപക്ഷം അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഗഡ്കരി എവിടെ പോയി വിളിച്ചാലും ഇത്തരത്തിൽ മായം കലർത്തി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കിയ ഗഡ്കരിയുടെ മകൻ്റെ കമ്പനി അടക്കം എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. ഗഡ്കരിയെ ശിക്ഷിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ നിതിൻ ഗഡ്കരിയെ അനുവദിക്കില്ല. ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരാളായി ഗഡ്കരി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാലത്ത് ശക്തമായ അദ്വാനി പക്ഷക്കാരനായിരുന്ന ഗഡ്കരി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ 2014 മുതൽ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതാണ്. ഗഡ്കരി ഇടക്കാലത്ത് വെച്ച് പ്രതിപക്ഷത്തിൻ്റെയൊക്കെ പുകഴ്ത്തൽ നല്ലപോലെ ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ആ പുകഴ്ത്തൽ എന്ന വലിയ ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ ഗഡ്കരി ഇപ്പോൾ നമ്പർ 1 ഫ്രോഡായാണ് പ്രതിപക്ഷം കണക്കാക്കുന്നത്. എന്തെന്നാൽ പെട്രോളിൽ എഥനോൾ കലർത്തി ഈ രാജ്യത്തെ വാഹനങ്ങളുടെ ക്ഷമത മുഴുവൻ തകർക്കുന്ന, അത് മകൻ്റെ സ്വന്തം കമ്പനിക്ക് വേണ്ടി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഗഡ്കരിയെക്കുറിച്ച് എല്ലാവരും പതിയെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തവണ കൂടി അദ്ദേഹം നാഗ്പൂരിൽ മത്സരിക്കില്ല. അദ്ദേഹത്തിൻ്റെ മകനെ കളത്തിലിറക്കി നേരിട്ട് മകൻ്റെ ബിസിനസ്സും രാഷ്ട്രീയവും ഒരുപോലെ കൊണ്ടുപോയി കാര്യങ്ങൾ കുറച്ചുകൂടി വൻനിരയിൽ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ്. 70-കാരനായ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലം മകൻ്റെ ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നാൽ ഒരു വികസന നായകൻ എന്ന ഇമേജ് കൂടി കളങ്കപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ CJPയും അഭിജിത് ദീപ്കയും അടക്കം പ്രമുഖ പ്രവർത്തകരൊന്നും ഗഡ്കരിയെ വെറുതെ വിടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗഡ്കരിയെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും. ഈ ഇന്ധനക്കൊള്ള നടത്തി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കിയ ഗഡ്കരിയെയും കൂട്ടരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ നിതാന്തമായ പോരാട്ടം നടത്തും എന്നവർ കൃത്യമായി പറയുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനെ പോലെയല്ല ഗഡ്കരി വളരെ തന്ത്രശാലിയായ കൗശലക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. പ്രധാനേക്കാളൊക്കെ എത്രയോ വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മറ്റൊരു BJP-കാരൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. Come on to G-Mart, shop, smile, celebrate. Lucky draws, exciting prizes. Laka laka, don't be late. Laka 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 laka, Nandilattu G-Martil. Laka 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 laka, Bangu Jaiku, Agoshikku. Nandilattu G-Martil.